ഇനി നമുക്ക് വളരെ പ്രസിദ്ധമായ പുരാണങ്ങൾ, ഇപ്പം ഭാഗവതം അവിടെ പറഞ്ഞു, ഈ മറ്റു പുരാണങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ഭവിഷ്യപുരാണം. ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗപർവം പിൽക്കാലത്ത് ചേർക്കപ്പെട്ടതാണെങ്കിലും അതിലെ പ്രാചീന ഭാഗങ്ങൾ, അതായത് ആദ്യത്തെ പർവ്വമൊക്കെ വളരെ പ്രാചീന ഭാഗങ്ങളായിട്ടാണ് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ചരിത്രപരമായി പറയുകയാണെന്ന് വെച്ചാൽ തന്നെ ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടിലാണ് ഭവിഷ്യപുരാണത്തിലെ ആദ്യത്തെ ഭാഗങ്ങൾ, ആദ്യത്തെ പർവ്വം ഉണ്ടായത് എന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. വിഷ്ണുപുരാണം, ഭവിഷ്യപുരാണത്തെ ആദ്യത്തെ പർവ്വം, ഇതൊക്കെ വളരെ പ്രാചീന പുരാണമായിട്ടാണ് സംസ്കൃത പണ്ഡിതന്മാർ പറയുന്നത്, സംസ്കൃത ചരിത്രകാരന്മാർ പറയുന്നത്. അവരുടെ അഭിപ്രായം മുഴുവൻ ശരിയൊന്നല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാ പുരാണവും വ്യാസൻ എഴുതിയതാണ്. 5000 കൊല്ലമായി വ്യാസൻ ജീവിച്ചിട്ട്. എങ്കിലും വ്യാസൻ്റെ കാലം അതാണ്. എങ്കിലും ഈ ചരിത്രകാരന്മാർ തന്നെ വളരെ പ്രാചീനമായ പുരാണമായിട്ട് ഗണിക്കുന്ന ഒരു പുരാണമാണ് ഭവിഷ്യപുരാണം. അതിലെ ആദ്യത്തെ പർവ്വമാണ്. മറ്റ് പർവ്വങ്ങൾ വളരെ പിൽക്കാലത്തുണ്ടായതുമാണ്, പ്രത്യേകിച്ച് പ്രതിസർഗപർവം. അതിൽ ഒന്നാമത്തെ പർവ്വത്തിലെ 41-ാമത്തെ അധ്യായത്തിൽ കുറേ വരികളുണ്ട്. 41, 44 ഈ അധ്യായങ്ങളിലൊക്കെ 4 വർണ്ണങ്ങളെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ പ്രധാനമാണ്. 41, 42, 43, 44 ഈ അധ്യായങ്ങളിലൊക്കെ ചാതുർവർണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ അവിടെ പറയുന്നത് നോക്കൂ. വേദാധ്യയനമപ്യേതൽ ബ്രാഹ്മണ്യം പ്രതിപദ്യതേ. വേദാധ്യയനത്തിലൂടെ ഏതൊരാൾക്കും ബ്രാഹ്മണ്യത്തിലേക്ക് എത്താൻ കഴിയും. വിപ്രവത് വൈശ്യരാജന്യോ രാക്ഷസ രാവണാദയ ശ്വാദ ചാണ്ടാളദാസാശ്ച ലുബ്ധകാഭീരധീവര യോന്യേപി വൃഷളാ കേജിൽ തേപി വേദാൻ അധീയതേ. അവിടെ ഭവിഷ്യപുരാണത്തിൽ പറയാണ് ശ്വാദ ചണ്ടാള ദാസാശ്ച. ശ്വാദൻ ചാരാണ്? നായയെ പാചകം ചെയ്ത് ഭക്ഷിക്കുന്നവർ, ചണ്ടാളർ. ദാസാച്ച ദാസന്മാർ. രാക്ഷസ രാവണാദയ രാവണനെ പോലുള്ള രാക്ഷസന്മാർ. ലുബ്ധകാഭീരധീവര ധീവരന്മാർ, ആഭീരന്മാർ. ആഭീരന്മാരൊക്കെ കുറേ കാലം ഭാരതം ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തൊക്കെ ഭരണവും കൂടി നടത്തിയിട്ടുണ്ട് അവർ, ആഭീര രാജാക്കന്മാർ. ധീവരാഹ ധീവരന്മാർ. യേന്യോപി വൃഷളാ കേജിൽ കേപി വേദാനധീയതേ. അങ്ങനെയുള്ളവരൊക്കെ വേദാനധീയതേ, വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഭവിഷ്യപുരാണം പറയുന്നത്. കൃത്യമായിട്ട് പറയാണ്. ശൂദ്രാഹ ദേശാന്തരം ഗത്വാ ബ്രാഹ്മണ്യം ക്ഷത്രിയം ശ്രിത. ഇങ്ങനെയുള്ള ആളുകൾ, ശൂദ്രർ, ദേശാന്തരം ഗത്വ മറ്റ് ദേശങ്ങളിലേക്കൊക്കെ പോയിട്ട് ബ്രാഹ്മണക്ഷത്രിയം ശ്രിത, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും ഒക്കെ ആശ്രയിച്ച് വ്യാപാരാകാര ഭാഷാദ്യൈ വിപ്രതുല്യൈ പ്രകൽപ്പിതൈ, വ്യാപാരം കച്ചവടമൊക്കെ ചെയ്ത് ഈ ശ്വാദരെയും ചണ്ടാളരെയും ദാസരെയും ആഭീരരെയും ധീവരരെയും എല്ലാവരെയും വരെ എങ്ങനെയാണ് പറഞ്ഞത്? ശൂദ്രരായിട്ടാണ് പറഞ്ഞത്. ഇവരൊക്കെ വേദം പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും ദൂരദിക്കിലൊക്കെ പോയിട്ട് അവരുടെ കൂടെയൊക്കെ കൂടി വ്യാപാരാകാര ഭാഷാത്യ, വ്യാപാരം ചെയ്ത് അതുപോലെ ഭാഷ, നല്ല ഭാഷകളൊക്കെ പഠിച്ച് വിപ്രതുല്യൈ പ്രകൽപ്പിതൈ, അവരൊക്കെ ആരായി മാറി? ബ്രാഹ്മണരായി മാറി എന്ന് പറയാണ്. ഇവരൊക്കെ ബ്രാഹ്മണരായി മാറി എന്നാണ് അവിടെ പറഞ്ഞത്. പ്രസിദ്ധമായ ചോദിക്കാറില്ലേ, ഇതൊക്കെ ചരിത്രവും കൂടിയാണ് ഈ ഭവിഷ്യപുരാണം. ഏതൊരാൾക്കും വേദം മനസ്സിലാക്കി ഉയരാൻ സാധിക്കുമെന്ന് വളരെ സ്പഷ്ടമായിട്ടാണ് ഭവിഷ്യപുരാണം പറഞ്ഞത്. വേദാനധീത്യ വേദവും വാ വേദം വാപി യഥാക്രമം. 4 വേദങ്ങളും ആര് പഠിച്ചു? ചണ്ടാളരും ദാസന്മാരും അതുപോലെ ആഭീരന്മാരും ധീവരന്മാരും ഒക്കെ പഠിച്ചു. ധീവരന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുക്കുവന്മാരാണ്, മത്സ്യബന്ധനമൊക്കെ ചെയ്യുന്നവരാണ്. ആഭീരന്മാർ പശുക്കളൊക്കെ മേയിച്ച് നടക്കുന്നവരാണ്. ശ്വാദൻചാൽ, ശ്വാവ് എന്ന് പറഞ്ഞ നായ എന്നർത്ഥം. നായയെ ഭക്ഷിച്ചവരായിരുന്നു ശ്വാദന്മാർ. അവരും അതേ എന്ത് ചെയ്തു? വേദങ്ങളൊക്കെ മനസ്സിലാക്കി ആ വൈദിക ജീവിതത്തിലേക്ക് വന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയാണ്. വേദാനധീത്യ 4 വേദങ്ങൾ പഠിച്ചു എന്നും പറയാം. വേദവും വാ 2 വേദങ്ങൾ പഠിച്ചു. വേദം വാപി യഥാക്രമം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദം അതിൻ്റെ ഒരു ശാഖ മാത്രം. അഥവാ അധീത്യവേദാംസ്തു ക്ഷത്രവൈശ്യസ്തു വാ നര ഗൗഡപൂർവാം കൃതാമേയുർജാതിം വാ ദക്ഷിണാത്യജാം. അങ്ങനെയുള്ളവരൊക്കെ, ഈ ആളുകളൊക്കെ ആരായി മാറി? ദിക്കിലൊക്കെ, ദക്ഷിണ ഭാഗത്തും പടിഞ്ഞാറൻ ഭാഗത്തുമൊക്കെ അവരാരായി മാറി? ബ്രാഹ്മണരായി മാറി എന്ന് പറയാണ്.
ഈ ശൂദ്രരൊക്കെ ആരായി മാറി? ബ്രാഹ്മണരായി മാറി. ഗൗഡബ്രാഹ്മണരൊക്കെ അങ്ങനെ വന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് ഭവിഷ്യപുരാണത്തിൽ ഒന്നാമത്തെ ആ പർവ്വത്തിൽ പറഞ്ഞത്. ഭവിഷ്യപുരാണത്തിലെ ഒന്നാമത്തെ പർവ്വത്തിൽ വളരെ കൃത്യമായിട്ട് ഗൗഡ ബ്രാഹ്മണരൊക്കെ ഈ രീതിയിലാണ് ഉണ്ടായത്. ഉൽക്കലന്മാർ, ഗൗഡബ്രാഹ്മണർ, ഈ ഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ ഉയർന്നു വന്നതാണ് എന്ന് വളരെ സ്പഷ്ടമായി പറയുകയാണ് ഭവിഷ്യപുരാണത്തിൽ. വീണ്ടും അവിടെ ധാരാളം ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഭവിഷ്യപുരാണത്തിലെ 44-ാം അധ്യായത്തിലും 42-ാമത്തെ അധ്യായത്തിലുമൊക്കെ കാണാം വ്യാസൻ എങ്ങനെയാണ് ഉണ്ടായത്. ചിലർ പറയും വ്യാസൻ ബ്രാഹ്മണ മകനാന്നൊക്കെ പറയും. അമ്മ ആരാണ്? കൈവർത്ത കന്യകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഭവിഷ്യപുരാണത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. ധീവര സ്ത്രീയാണെന്ന് തന്നെ പറയുന്നുണ്ട്. മുക്കുവ രാജാവിൻ്റെ മകളാണ്, വളർത്തുമകളാണ്. ആദ്യം അവളുടെ അച്ഛൻ ഒരു ക്ഷത്രിയ രാജാവാണ്, ഉപരിചരവസുവാണ് എന്ന് പറയാം. പക്ഷേ ഉപരിചരവസു ഒരു മത്സ്യസ്ത്രീയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ബീജം പോയിട്ട് വീണത്. ഒരു മത്സ്യത്തിലാണ് വീണതെന്നാണ് പറഞ്ഞത്. അപ്പം മത്സ്യം എന്ന് പറയുമ്പോൾ മത്സ്യസ്ത്രീ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവളുടെ അച്ഛൻ ക്ഷത്രിയനാണെങ്കിലും അമ്മ ഒരു ധീവര സ്ത്രീ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് മത്സ്യരാജാവും അദ്രികയുടെ അദ്രിക എന്നാണ് തോന്നുന്നു പേര് സംശയമുണ്ട്. ഏതായാലും അദ്രികയുടെ മകളായിട്ടാണ് ഈ കാളി ജനിക്കുന്നത്. അദ്രിക ആരാ? ഒരു ശാപം കിട്ടിയ, മത്സ്യമായിട്ട് ശാപം കിട്ടിയ അപ്സരസാണ്. അപ്പോൾ മത്സ്യമായി ശാപം കിട്ടിയ അപ്സരസ എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം? മത്സ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മത്സ്യവുമായിട്ട്, മത്സ്യബന്ധനവുമായിട്ടും ഒക്കെ ഒരു ബന്ധമുള്ള ഒരു സമൂഹം തന്നെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ആലങ്കാരികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജാതോ വ്യാസസ്തു കൈവർത്തിയ സ്വപാക്യാസ്തു പരാശര. വ്യാസൻ എങ്ങനെ ജനിച്ചു എന്നാണ് അവിടെ പറഞ്ഞത് ഭവിഷ്യപുരാണത്തിൽ? കൈവർത്ത കന്യകയിലാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. ജാതോ വ്യാസസ്തു കൈവർത്തിയ സ്വപാക്യാസ്തു പരാശര തപസ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തേന കാരണം. ഈ വ്യാസൻ്റെ അച്ഛനായ പരാശരനോ ഒരു നായയെ ഭക്ഷിക്കുന്ന സമൂഹം, സ്വപാകം എന്നാണ് പറയുക. ആ സ്വപാകൻ സ്ത്രീയുടെ മകനായിട്ടാണ് പരാശരൻ ജനിച്ചത്. എങ്ങനെ അവരൊക്കെ ബ്രാഹ്മണരായി? ഭവിഷ്യപുരാണം പറയുന്നു തപസ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തേന കാരണം. തപസ്സുകൊണ്ടാണ് അവരൊക്കെ ബ്രാഹ്മണരായി തീർന്നത്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. വീണ്ടും അതെ, സ്വപാകീഗർഭസംഭൂത പിതാ വ്യാസസ്യ പാർത്ഥിവ. വ്യാസൻ്റെ പിതാവ് ആരാണ്? സ്വപാകീഗർഭസംഭൂത. അദൃശ്യന്തി എന്ന് പേരായ സ്വപാകസ്ത്രീയുടെ മകനാണ് വ്യാസൻ്റെ പിതാവായ പരാശരൻ എന്ന് ഭവിഷ്യപുരാണം വീണ്ടും വ്യക്തമാക്കുന്നു. നാവികാഗർഭസംഭൂതോ മന്ദപാലോ മഹാമുനി. മന്ദപാലനും അതെ, നാവികാഗർഭസംഭൂതോ മന്ദപാലോ മഹാമുനി. അബ്രാഹ്മണ സ്ത്രീയുടെ മകൻ തന്നെയാണ് മന്ദപാലൻ. ഇവിടെ തന്നെ വീണ്ടും പറയുന്നു ശൂദ്രോപി ശീലസമ്പന്ന ബ്രാഹ്മണാതധികോ ഭവേൽ. ശീലസമ്പന്നനായ ശൂദ്രൻ ബ്രാഹ്മണനേക്കാൾ മികച്ചവനായിത്തീരുന്നു. വീണ്ടും അവിടെ പറയുന്നു നല്ല ശൂദ്രൻ ആരാണ്? നസുരാം സന്ധയേത്യസ്തു ആപണേഷു ഗൃഹേഷു ച ന വിക്രീണാതി ച തഥാ സദ്ശൂദ്രോ ഹി സ ഉച്യതേ. നസുരാം സന്ധയേൽ. ഈ മദ്യം കഴിക്കാത്ത, മദ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, ആപണേഷു ഗൃഹേഷു ച വീട്ടിലോ, ആവണേഷു, ആവണം എന്ന് പറഞ്ഞാൽ അങ്ങാടി, അങ്ങാടിയിലും വീട്ടിലുമൊന്നും മദ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ശൂദ്രനാണെങ്കിൽ അയാൾ ആരാണ്? സദ്ശൂദ്രനാണ് എന്ന് പറയുകയാണ്. വിക്രീണാതി ച തഥാ. മദ്യം വിൽപ്പന ചെയ്യുക, മദ്യം സേവിക്കുക, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ സദ്ശൂദ്രൻ തന്നെയാണ്. ഈ സദ്ശൂദ്രനെ എങ്ങനെ കാണണം? ബ്രാഹ്മണ തുല്യനായി തന്നെ കാണണം എന്ന് വളരെ വ്യക്തമായി ഭവിഷ്യപുരാണം പറയുന്നു. അങ്ങനെയുള്ള ശൂദ്രന്മാരൊക്കെ വേദങ്ങളൊക്കെ പഠിച്ച് ബ്രാഹ്മണരായി തീർന്നിട്ടുണ്ട്. ഈ ബ്രാഹ്മണരാണ് ആര്? ക്ഷത്രിയരായിട്ട് അതുപോലെ ബ്രാഹ്മണരായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച ഈ ശൂദ്രർ ഭാഷ ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിച്ചു, വേദങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയുള്ളവരാണ് ഗൗഡബ്രാഹ്മണരായി മാറിയത് എന്നാണ് ഇവിടെ പറഞ്ഞത്, ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞത്. അതുപോലെ സ്കന്ദപുരാണത്തിലെ അവന്തീഖണ്ഡം, അവന്തീഖണ്ഡത്തിൽ മതങ്കൻ എന്ന ഒരു ചണ്ടാളൻ എങ്ങനെ വളരെ വിശിഷ്ടമായ തപസ് ഉപയോഗിച്ച്, തപസ്സിലൂടെ അദ്ദേഹം ആരായി തീർന്നു? ബ്രാഹ്മണനായി തീർന്നു എന്ന് അവന്തീഖണ്ഡത്തിൽ പറയുന്നുണ്ട്. അവിടെ മതങ്കേശ്വരനെ, മതങ്കത്തിൽ ചെന്ന്, ആ നർമ്മദയുടെ തീരത്താണ് മതങ്കേശ്വരൻ, അവിടെ ശിവൻ്റെ വലിയൊരു ക്ഷേത്രമൊക്കെ ഇന്നുമുണ്ട്. സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട് ആ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ. അവിടെ ചെന്നു ധ്യാനാദികളൊക്കെ ചെയ്തു. അവസാനം
പരമശിവൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ബ്രാഹ്മണ്യത്തെ നൽകുകയാണ്. ബ്രാഹ്മണ്യം മൽപ്രസാദാച്ച അക്ഷയം തേ ഭവിഷ്യതി. മതങ്ങനോട് പറയാണ്, നിനക്ക് ഞാൻ എന്താ ബ്രാഹ്മണ്യത്തെ നൽകുന്നു, അക്ഷയം തേ ഭവിഷ്യതി, നീ വളരെ വിശിഷ്ടനായി തീരട്ടെ, എല്ലാ ശ്രേയസ്സും നിനക്കുണ്ടാവട്ടെ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ കാണുന്ന ഭവിഷ്യപുരാണമൊക്കെ വളരെ പ്രധാനമാണ്. ഇതിലൊക്കെ പറയുന്ന ചാതുർവർണ്ണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശൂദ്രനാണെങ്കിലും മദ്യമാംസങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിലോ, മത്സ്യം, മാംസം, മദ്യം ഇതൊന്നും സേവിക്കുന്നില്ലെങ്കിൽ അയാൾ ആരായി മാറുന്നു? ബ്രാഹ്മണൻ തന്നെയായിട്ട് മാറുന്നു. അങ്ങനെയുള്ളവർക്ക് വേദവും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കാം എന്ന് വളരെ കൃത്യമായി ഭവിഷ്യപുരാണം പറയുകയാണ്. അങ്ങനെ ശൂദ്രരായിട്ട് ഈ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ മദ്യം സേവിക്കാതെ നടന്ന ശൂദ്രർ ബ്രാഹ്മണരിൽ നിന്നും ക്ഷത്രിയരിൽ നിന്നൊക്കെ വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചു. വേദങ്ങൾ പഠിച്ചു, 2 വേദങ്ങൾ പഠിച്ചു, 1 വേദങ്ങൾ പഠിച്ചു. അങ്ങനെ അവരൊക്കെ ആരായി മാറി? മഹാബ്രാഹ്മണരായി തീർന്നു. ഈ ബ്രാഹ്മണർ തന്നെയാണ് എവിടെയുള്ളവർ? ഈ ദക്ഷിണദേശത്തിലുള്ള ഗൗഡബ്രാഹ്മണർ എന്നാണ്. ഗൗഡപൂർവാം കൃതാമേയു ജാതിം വാ ദക്ഷിണാത്യജാം, ദക്ഷിണ ഭാഗത്തൊക്കെ ഉള്ള ബ്രാഹ്മണരായി തീർന്നത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭവിഷ്യപുരാണത്തിൽ പറയുകയാണ്. ഇതും നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വെച്ചും കൊണ്ട് വേണം ശ്രീരാമൻ ഒരു ശൂദ്രനെ വധിച്ചു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ആ ഒരു ശംഭൂകൻ എങ്ങനെയുള്ളവനായിരുന്നു? യഥാർത്ഥത്തിൽ ശൂദ്രകുലത്തിൽ ജനിച്ച ആളായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എന്തുണ്ടായിരുന്നു? താമസികമായ സ്വഭാവം ഉണ്ടായിരുന്നു. രക്തം കുടിച്ചും കൊണ്ടും രക്തം നവദ്വാരങ്ങളിലൂടെയൊക്കെ പുറമേക്ക് ഒഴുക്കിക്കൊണ്ടും അങ്ങനെയൊക്കെയുള്ള തപസ്സായതുകൊണ്ടാണ് ശ്രീരാമൻ ആരെ വധിച്ചത്? ശംഭൂകനെ വധിക്കാൻ കാരണമായത്.